പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഹിമ. ഞാൻ തൃശ്ശൂർ ജില്ല പള്ളിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സാണ്. എല്ലാവരെയും പോലെ തന്നെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ OET പലതവണ എഴുതി. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യം OET നന്നായി പഠിക്കും, എഴുതും. എനിക്ക് ഇത്തവണ എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. പക്ഷേ അതിലും ഏറ്റവും പൊട്ട മാർക്കിൽ ഞാൻ 2 എന്തായാലും പോയിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അനുവന്ന മുഖേനയായിട്ടാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയണത്. അവൾ എപ്പോഴും എന്നോട് നിർബന്ധിക്കുകയായിരുന്നു, നീ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്, അപ്പോൾ എന്തായാലും പാസ്സാവും, മാതാവ് എന്തായാലും ഒരു വഴി ഒരുക്കി തരും എന്ന് അവൾ എപ്പോഴും പറയും. ഞാനപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്. എന്താ പറയുക, ഞാൻ ജൂബിലിയിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ആഴ്ച ഒരു 20 ദിവസം കൂടുമ്പോൾ നൈറ്റ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര റഷ്. എനിക്ക് ഉടമ്പടിയും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അവൾ നിർബന്ധിക്കുമ്പോൾ ഇത് വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഇത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ 30/3/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 6ാമത്തെ പ്രാവശ്യം OET എഴുതാൻ പോയി. അങ്ങനെ OET എഴുതി, നന്നായി പഠിച്ചു, പ്രാർത്ഥിച്ചു. OET എഴുതി, അതിൽ വീണ്ടും പാസ്സായില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആകെ കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് OET പാസ്സാവണം, അയർലൻഡിലേക്ക് പോകണമെന്ന് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചത്. അത് പാസ്സാവാണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ലാത്ത മാതിരി. 1 മാസമുള്ളൂ പിന്നെ എൻ്റെ ഉടമ്പടി തീരാനായിട്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എവിടേക്കെങ്കിലും പോയാൽ മതി, യൂറോപ്പിലേക്കോ അയർലൻഡിലേക്കോ ഒന്നും പോകണമെന്നില്ല, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി. എല്ലാവരും ചോദിച്ചു തുടങ്ങി, നാട്ടിലും വീട്ടിലൊക്കെ ചോദ്യമാണ്, ഇതുവരെ പോയില്ലേ, പഠിച്ച് നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാനപ്പോൾ ഓർത്തു എവിടേക്കെങ്കിലും ഒന്ന് പോകാനായിട്ട് ഈ 1 മാസത്തിനുള്ളിൽ സാധിച്ച് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കറക്റ്റ് എൻ്റെ ഉടമ്പടി തീർന്നേക്കാട്ടും 1 മാസം മുന്നായിട്ട്, മീൻസ് 2 ദിവസം മുന്നേ, ഉടമ്പടി തീരുന്നതിന് മുന്നായിട്ട് എനിക്ക് അയർലൻഡിലേക്ക് തന്നെ, ഞാൻ ആഗ്രഹിച്ച ആ കൺട്രിയിലേക്ക് തന്നെ എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു വിസ, ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ പാസ്സായി. ഓഫർ ലെറ്ററും കയ്യിൽ കിട്ടിയതിന് ശേഷം 2 ദിവസം മുന്നേ എനിക്ക് ഓഫർ ലെറ്ററും കയ്യിൽ കിട്ടി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച കൺട്രിയിലേക്ക് തന്നെ എനിക്ക് പോകാൻ സാധിച്ചു. ഒരു 4 മാസത്തെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാൻ 2024 ഏപ്രിലിൽ ഞാൻ അയർലൻഡിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു 2 പ്രാവശ്യം OET എഴുതി. അത് നന്നായി പഠിച്ചെഴുതി. അങ്ങനെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, എങ്കിൽ കാര്യമായിട്ടുള്ള പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല, ഉടമ്പടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. എന്നിട്ട് പുതുക്കിയിട്ട് ഞാൻ പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കില്ല, ഞാൻ പഠിച്ചിട്ട് ഇത്രയും പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല, ഞാൻ പഠിക്കാണ്ട് പരീക്ഷ എഴുതുള്ളൂ. ഓരോ തവണയും പഠിച്ച് ഇത്ര എഫോർട്ടൊക്കെ ഇട്ടിട്ട് കരയുന്നതല്ലാണ്ട് ഞാൻ പാസ്സായിട്ടില്ല. ഞാൻ ഓർത്ത് ഇനി പഠിക്കാണ്ട് എഴുതുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പഠിക്കാതെ ഏപ്രിലേക്ക് ഒരു ഡേറ്റ് എടുത്ത് മെയ്യിലേക്ക് റിസൾട്ട് വരും, മാതാവിൻ്റെ മാസത്തിലേക്കൊരു റിസൾട്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ ഏപ്രിലിൽ ഒരു ഡേറ്റ് എടുത്ത് ആ എക്സാം എഴുതി. ആ എക്സാമിലെന്ന് വെച്ചാൽ പഠിക്കാതെ പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ഞാൻ കാശുരൂപം കൊണ്ടുപോയി, ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ് കഴിച്ചു, തൈലം നെറ്റത്ത് പൂശി, എന്താ പറയുക, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ പേപ്പറിലൊക്കെ ഉപ്പ് വിതറിയായിരുന്നു. അതിനുശേഷം 4 പൊട്ടികളും ഭയങ്കര ടഫായിരുന്നു. ഞാനത് എന്തായാലും ഇട്ടുന്നില്ല പൊട്ടി. പിന്നെ പഠിക്കാത്ത കാരണം എനിക്കതത്ര ഒരു സങ്കടമായിട്ട് തോന്നിയില്ല. പക്ഷേ പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഴുതി എക്സാമിന് പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ നന്നായി പ്രാർത്ഥിച്ചു. നാട്ടിൽ ഹസ്ബൻഡിനെ കൊണ്ട് കാരുണ്യ പ്രവർത്തികൾ, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ നന്നായി പ്രാർത്ഥനയിലും കൂടുതൽ ശ്രദ്ധിച്ചു. ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടി. അങ്ങനെ മെയ് 8-ാം തീയതി എൻ്റെ റിസൾട്ട് വരുമായിരുന്നു. അതിൻ്റെ തലേദിവസത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇതുമാതിരി കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു വിസയിൽ പോയ ഒരു ചേച്ചി OET പാസ്സായതും നഴ്സായിട്ട് കയറിയതുമായിട്ടുള്ള ഒരു സാക്ഷിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കുറിച്ചായിരിക്കും പറയണം, നാളെ ഞാനും പാസ്സാവും, അതായിരിക്കും എനിക്കിപ്പോൾ ഈ ഒരു സാക്ഷി എന്നെ കേൾപ്പിച്ചത് എന്ന് എനിക്കൊരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് റോമാക്കാർക്ക് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് അബ്രാഹാം
100 വയസ്സായിട്ടും ഭാര്യ വന്ധ്യയായിട്ടും അബ്രഹാം വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. അബ്രഹാത്തിൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടത് അവനത് വിശ്വസിച്ചത് മൂലമാണ്. അതുമാതിരി നിങ്ങൾക്കും അത് നീതിയായി പരിഗണിക്കപ്പെടുന്നുള്ള ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ ഉറപ്പിച്ചു, എനിക്ക് എന്തായാലും നാളെ ഞാൻ പാസ്സാവും. ഞാനൊന്നും എഴുതിയിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഒരിക്കലും ഇല്ലാത്ത, പഠിച്ചിട്ട് എനിക്കില്ലാത്തൊരു വിശ്വാസമായിരുന്നു പഠിക്കാതെ എഴുതിയ എക്സാമിൽ പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഒറ്റ എക്സാമിൻ്റെ റിസൾട്ടും ഞാൻ നോക്കാറില്ല, എൻ്റെ ഹസ്ബൻഡ് നോക്കിയിട്ട് എനിക്കത് നോക്കാനുള്ളൊരു ചങ്കുറപ്പൊന്നും ഉണ്ടാവാറില്ല. എപ്പോഴും ഹസ്ബൻഡ് നോക്കിയിട്ട് പറയും, സാറിലടി അടുത്ത പ്രാവശ്യം എഴുതാം. അങ്ങനെയാണ് ആളിപ്പോഴും പ്രോത്സാഹിപ്പിക്കാറ്, ഇത് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് പിറ്റേ ദിവസത്തെ റിസൾട്ട് നോക്കിയിട്ട് ആൾ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാത്തിനും ബി ഗ്രേഡാണ്. എല്ലാത്തിനും ബി ഗ്രേഡ് കിട്ടാൻ ഞാനൊന്നും എഴുതിയിട്ടില്ല. എന്നാലും അതൊന്നും കൂടെ നോക്കി, എൻ്റെ തന്നെയാണോ അവൻ നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് ബി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ വലിയൊരു സ്വപ്നമാണ് പൂർണ്ണമായത്. ഞാൻ മാതാവിനോട് ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചത്, മക്കൾ വിട്ട് നിൽക്കുന്ന എല്ലാ അമ്മമാരുടെയും വേദന അമ്മയ്ക്ക് അറിയാലോ, എൻ്റെ മക്കളെയും ഹസ്ബൻഡിനെയും എൻ്റെ അടുത്തേക്ക് എത്തിക്കണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് OET പാസ്സാവാൻ സാധിച്ചു. പിന്നീട് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു ഇനിഷ്യൽ വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവനും പപ്പയുടെ പേരിലായിരുന്നു. അങ്ങനെ എൻ്റെ ഈ പേപ്പർ വർക്കിന് വേണ്ടി ഓൾറെഡി എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും നാട്ടിലേക്ക് കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ എൻ്റെ പാസ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ ഹസ്ബൻഡ് ഒത്തിരി പേരുടെ അടുത്തും അറിയാവുന്ന പരിചയമുള്ള വക്കീൽമാരുടെ അടുത്ത് പോയിട്ടൊന്നും അവരൊരു അഫിഡാവിറ്റ് എഴുതി കൊടുത്തില്ല, ഞാൻ നാട്ടിൽ വരാണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഞാൻ ജനുവരിയിൽ നാട്ടിൽ വന്ന് പോയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഇതിങ്ങനെ ഒത്തിരി ലാഗായി പോകുമായിരുന്നു. ഓഗസ്റ്റിലാണെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രോസസ്സ് മൊത്തം മാറും, പതിക്ക് മുന്നെങ്കിൽ ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഇവിടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അയർലൻഡിൽ ഒത്തിരി വക്കീൽമാരെ പോയി കണ്ടു. പക്ഷേ ഒരു നോട്ടറി വക്കീൽ വേണമായിരുന്നു, അതിന് വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകണമായിരുന്നു. ഞാൻ അങ്ങനെ അവിടേക്കൊക്കെ എങ്ങനെ ഞാൻ തന്നെ പോകുന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ തന്നെ ചോദിച്ച് കണ്ടുപിടിച്ച് ഞാൻ കാശ് രൂപം കൊണ്ടുപോയി. അങ്ങനെ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടുപോയ ദിവസം എനിക്കൊരു നോട്ടറി വക്കീലിനെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വക്കീൽമാരോട് ചോദിച്ചിട്ട് ഞാൻ താമസിക്കുന്ന ആ ടൗണിൽ ഒരു നോട്ടറി വക്കീൽ ഉള്ളതായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ആ നോട്ടറി വക്കീലിനെ കാണാൻ പറ്റി. ആ നോട്ടറി വക്കീലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഐറിഷുകാരനാണ്. ആളാണെങ്കിൽ എൻ്റെ കയ്യിൽ ആകെ പാസ്പോർട്ടുള്ളൂ, ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളില്ലാതെ ആരും നമുക്ക് അറ്റസ്റ്റേഷനോ അഫിഡാവിറ്റോ ഒന്നും എഴുതി തരത്തില്ലല്ലോ. പക്ഷേ ആളെനിക്ക് അത് എഴുതി തരാമെന്ന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്ത അതേ പോയിൻറ്റ്സ് വെച്ച് എനിക്ക് അഫിഡാവിറ്റ് ആ വക്കീൽ എഴുതി തന്നു. അങ്ങനെ മാതാവ് വഴി കാശ് രൂപം മുറുകെ പിടിച്ച് പോയത് കാരണമാണ് എനിക്കത് കിട്ടിയത്. അങ്ങനെ എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും നന്നായി നടന്നു. അങ്ങനെ മാതാവ് ഒരു വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും നല്ലൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് നാട്ടിൽ ഞാൻ നഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യണം. അവരോടൊക്കെ നന്നായിട്ട് പെരുമാറാനും അവരെ നമ്മൾ കുട്ടികളെ നോക്കണ മാതിരി തന്നെ നോക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ നാട്ടിൽ ഹസ്ബൻഡ് ഫുഡ് വാങ്ങിച്ച് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുകയും ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്ന അങ്ങനത്തെ മാസത്തിൽ അവിടെ ഫുഡ് വാങ്ങിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പത്രം കൊടുക്കുന്നതിലായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് മടിയുണ്ടായിരുന്നത്. അത് ഈ തവണ എന്തായാലും നന്നായിട്ട് ഉഷാറോടുകൂടി അത് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയാം. ലൂക്കായുടെ 18:27 പറയുവാൻ പറഞ്ഞു, മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അബ്രഹാത്തിൻ്റെ വിശ്വസ്തത മൂലം അവനെല്ലാം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ ഉടമ്പടിയിലും നമ്മുടെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം നമുക്ക് നീതിയായി, ദൈവത്തിൻ്റെ നീതിയായി പരിഗണിക്കപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ നിലകൊള്ളുക. ഈ മകൾക്ക് ദൈവത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി നമുക്ക് കരങ്ങളടിച്ച് നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.